ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു ഡാബ്ഡ്. എൻ്റെ മുത്തുമണികളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സൗന്ദര്യം കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ എല്ലാവരാലും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അവഗണനകളും സഹിക്കുന്ന ഒരു ഹീറോയിൻ്റെ കഥയാണ്. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് സർജറിയിലൂടെ കടന്നുപോയി അവൾക്ക് വരുന്ന വലിയൊരു മാറ്റം. ആ മാറ്റം അത് അവൾക്ക് ചുറ്റുമുള്ളവരെ കൂടെ വലിയൊരു പ്രശ്നത്തിലേക്ക് അങ്ങനെ തള്ളി വിടുകയാണ്. അതെന്തു പ്രശ്നമാണെന്ന് കൂട്ടുകാർക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൂവി അത് തുടക്കം മുതൽ അവസാനം വരെ കാണണം. ഫിലിമിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വലിയൊരു വാൾ പോസ്റ്റർ ആയിരിക്കും കാണിക്കുക. ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ. അതിന്റെ തൊട്ടു താഴെയായിട്ട് ആ ഒരു പോസ്റ്ററിലേക്ക് നോക്കി ആ പെൺകുട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന മറ്റൊരു പെൺകുട്ടിയായിരിക്കും കാണിക്കുക. ഇവളാണ് നമ്മുടെ കഥാനായിക സാക്ഷാൽ റോസ്. റോസ് ആണെങ്കിൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല എന്ന് സ്വന്തം കരുതുന്ന ഒരു പെൺകുട്ടിയാണ്. അവളിൽ യാതൊരു കോൺഫിഡൻസും ഇല്ല. എങ്ങനെ ജീവിക്കണം, എങ്ങനെ കാര്യങ്ങൾ ഫേസ് ചെയ്യണം എന്നൊന്നും അവൾക്ക് നന്നായിട്ട് അറിയില്ല. അവളുടെ സൗന്ദര്യമില്ലായ്മയാണ് മറ്റുള്ളവരെല്ലാവരും അവൾ അവോയ്ഡ് ചെയ്യുന്നതെന്നും ഒറ്റപ്പെടുത്തുന്നതും കരുതിയിട്ടാണ് അവൾ ജീവിക്കുന്നത്. അവൾ മിററിലൂടെ അവളുടെ മുഖം നോക്കും. അതിനുശേഷം ഒരുപാട് വിഷമത്തിൽ അവൾ അവളുടെ സ്കൂട്ടർ ഡ്രൈവ് ചെയ്ത് അങ്ങനെ മുൻപോട്ടേക്ക് പോവാണ്. കാറുകൾക്കിടയിലൂടെ അവളാണെങ്കിൽ അപകടകരമായ രീതിയിൽ അവളുടെ സ്കൂട്ടർ ഓടിക്കും. കാർ ഇടിക്കാൻ വരുമ്പോൾ അവൾക്ക് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവരും അവൾ ഇടിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ ആയിരിക്കും അവൾ ചിന്തിക്കുക. അങ്ങനെ ഒരുപാട് നേരം ബൈക്കൊക്കെ ഓടിച്ച് അവളാണെങ്കിൽ ഓഫീസിലേക്ക് വരികയാണ്. നമ്മുടെ നായിക അവളൊരു ഫേമസ് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനറാണ്. അവളാണെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും ഓഫീസിലേക്ക് എത്തുക. ബോസ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മോഡൽസിനെയും സ്റ്റാഫുകളെ ഒക്കെ വിളിപ്പിച്ച് വലിയൊരു മീറ്റിംഗ് കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ലേറ്റായി വരുന്നത് കണ്ട് ബോസ് ആണെങ്കിൽ അവളോട് പറയും, നീ ഇത്തവണയും ലേറ്റ് ആയിട്ടാണല്ലേ എത്തിയത്? അതിനവൾ പറയും, അതെ, ഐ എം സോറി, വഴിയിൽ ഒരുപാട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, ചില വാഹനങ്ങൾ എന്നെ ഇടിക്കാൻ നോക്കി, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് എത്തിയത്. അത് കേട്ട് ബോസ് ആണെങ്കിൽ ദേഷ്യപ്പെടും. വരാൻ പോകുന്നത് വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ്, നീ ഒരു നല്ല ഡിസൈനറാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഈ ഇടയായിട്ട് നിന്റെ ഡ്രസ് ഡിസൈൻ അത് നിന്നെപ്പോലെ തന്നെ വളരെ വിയേഡായി മാറുന്നുണ്ടെന്ന് പറഞ്ഞ് അവളെ നോക്കി കളിയാക്കുകയാണ്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. അവൾക്കാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ അവൾ തല താഴ്ത്തി നിൽക്കുകയാണ്. മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം എല്ലാവരും അവരവരുടെ ക്യാബിനിലേക്ക് കടന്നു പോകും. ഹീറോയിനാണെങ്കിൽ അവളുടെ ക്യാബിനിലേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ച് അവളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്തായിരിക്കും അവളുടെ ഓഫീസിൽ തന്നെ ഒരു ഹാൻസം ബോയ്. അവനാണെങ്കിൽ അവളുടെ അരികിലേക്ക് വരിക. അവൻ വളരെ സ്നേഹത്തോടു കൂടെ അവളോട് പറയും, നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്ന് നടക്കാൻ പോകുന്ന ആ നൈറ്റ് പാർട്ടിക്ക് നിനക്കും വന്നൂടെ? അതിനവളാണെങ്കിൽ, അയ്യോ ഇല്ല, ഞാൻ ഇങ്ങനെയുള്ള പാർട്ടികളൊന്നും പങ്കെടുക്കാറില്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. ഉടനെ ആ പയ്യനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നതിന് ശേഷം അവളോട് വളരെ കാര്യമായിട്ട് സ്നേഹത്തിൽ പറയും, ഞാൻ ഇന്നത്തെ പാർട്ടിക്ക് വരുന്നുണ്ട്, നീയും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു കമ്പനിക്ക് നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ഗുഡ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം, ഒരു ഡേറ്റിംഗ് പോലെ. അവൾക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അവളൊരു ആവറേജ് ബിലോ, കാണാൻ സൗന്ദര്യമില്ല എന്ന് അവൾ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അവനാണെങ്കിൽ കാണാൻ വളരെ സുന്ദരനായിട്ടുള്ള ഒരു പയ്യൻ. അതുകൊണ്ട് തന്നെ അവൻ ഡേറ്റിങ്ങിനെ വിളിച്ചതോർത്ത് അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. അവനാണെങ്കിൽ ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ഉടനെ അവളുടെ ഫ്രണ്ട് അവളുടെ അരികിലേക്ക് വരികയാണ്. എൻ്റെ ഡ്രസ്സ് ഒരല്പം ടൈറ്റാണ്, ഇതൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞ് അവൾ ആ ഡ്രസ്സ് ഇപ്പോൾ ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കും. ഹീറോയിനാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവൾ ഹീറോയിനോട് ചോദിക്കും, ഇന്നത്തെ നൈറ്റ് പാർട്ടിയിൽ നീ വരില്ലല്ലോ, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാനാണോ നിന്റെ പ്ലാൻ? അത് കേട്ട് ഹീറോയിൻ പറയും, ഇല്ല, ഇന്നത്തെ നൈറ്റ് പാർട്ടിയിൽ ഞാൻ വരുന്നുണ്ട്. നമ്മുടെ കമ്പനിയിലെ ആ ഹാൻസം പയ്യൻ അവൻ എന്നെ ഡേറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അത് കേട്ട് അവളുടെ ഫ്രണ്ടിനാണെങ്കിൽ ഒരുപാട് സന്തോഷം. വാവ്, നീ തീർച്ചയായിട്ടും വരണം, ഇത് നിനക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിനക്ക് ആവശ്യമില്ലാത്ത ആ ഒരു ഇൻഫീരിറ്റി കോംപ്ലക്സ് അത് മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നിനക്ക് അടിപൊളി ഒരു ഡ്രസ്സ് അത് ഞാൻ സജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ ഹീറോയിന് ഒരു ഡ്രസ്സൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഹീറോയിൻ നൈറ്റ് പാർട്ടിയിൽ ഇപ്പോൾ ആ ഒരു അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ കടന്നു വരും. അവളുടെ അടുത്തേക്ക് ഇപ്പോൾ ആ പയ്യൻ കടന്നു വരും. അവരാണെങ്കിൽ കുറച്ച് ഗുഡ് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ സമയം എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഹീറോയിനാണെങ്കിൽ വാഷ്റൂമിലേക്ക് വരും. അപ്പോഴായിരിക്കും തൊട്ടടുത്തുള്ള വാഷ്റൂമിൽ രണ്ട് ഗേൾസ് പരസ്പരം സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുക. ആ ഡിസൈനർ റോസ്, അവൾ ശരിക്കും കാണാൻ വളരെ വിയേർഡായിട്ടുള്ള ഒരു പെണ്ണാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ പറഞ്ഞതുകൊണ്ടാണ് ആ പയ്യൻ അവൾ ഡേറ്റിന് വിളിച്ചത്. അല്ലാതൊരിക്കലും അവനെപ്പോലെ അത്രയും ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യൻ അവളെപ്പോലൊരു പെണ്ണിനെ ഡേറ്റിങ്ങിന് വിളിക്കില്ല. വലിയൊരു ആക്സിഡന്റിൽ അവൾക്ക് അവളുടെ പാരൻസിനെ നഷ്ടപ്പെട്ടു. അവളുടെ മുഖത്തും കയ്യിലും ഒക്കെയുള്ള ആ ഒരു സ്ക്രാച്ച് പാടുകൾ, അതെല്ലാം തന്നെ ആ ആക്സിഡന്റിൽ അവൾക്ക് സംഭവിച്ചതാണ്.
അവളുടെ മനസ്സ് തകർന്നിരിക്കുന്നത് കണ്ട് അവളുടെ ഫ്രണ്ടാണ് ആ പയ്യനോട് റിക്വസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവളെ പാർട്ടിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറയും. ഹീറോയിനാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമം തോന്നുകയാണ്. അവൾ ഡോർ തുറന്ന് ഇപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ അരികിലേക്ക് വരും. ഹീറോയിൻ അവളുടെ ഫ്രണ്ടിൻ്റെ കൈ പിടിച്ച് ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ പറഞ്ഞിട്ടാണോ അവൻ എന്നെ ഈ പാർട്ടിക്ക് വിളിച്ചത്? അവൾക്കാണെങ്കിൽ എന്തു പറയണമെന്നറിയില്ല. നിന്നോട് ആര് പറഞ്ഞു ഈ കാര്യം? അതിനവളാണെങ്കിൽ വീണ്ടും വീണ്ടും നീ പറഞ്ഞിട്ടാണോ അവൻ എന്നെ പാർട്ടിക്ക് വിളിച്ചതെന്ന് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫ്രണ്ടിനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നറിയില്ല. അവളാണെങ്കിൽ തല താഴ്ത്തി ഇപ്പോൾ റോസിനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. റോസ് ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവളുടെ കൈ തട്ടിത്തെറിപ്പിച്ച് ഇപ്പോൾ ആ പബ്ബിൽ നിന്ന് പുറത്തേക്ക് വരും. അവൾ സ്കൂട്ടർ എടുത്ത് വളരെ സ്പീഡിൽ അവിടുന്ന് അങ്ങനെ ചീറിപ്പാഞ്ഞു പോവാണ്. ഫ്രണ്ടും പിന്നാലെ വന്ന് അവളെ വിളിക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾ മൈൻഡ് ചെയ്യില്ല. ഒരുപാട് ദേഷ്യത്തിലും വിഷമത്തിലും വളരെ സ്പീഡിൽ ബൈക്ക് ഓടിക്കുമ്പോൾ അവളുടെ ബൈക്കാണെങ്കിൽ ഒരു ആക്സിഡന്റിൽ പെട്ട് അവൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ ഇഞ്ചേർഡ് ആവുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോയിനാണെങ്കിൽ ഒരുപാട് സമയത്തിന് ശേഷം ഇപ്പോൾ കണ്ണ് തുറക്കുകയാണ്. അവൾ ചുറ്റും നോക്കും. അവളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവളുടെ തൊട്ടടുത്ത് ആ ഫ്രണ്ടുണ്ട്. അവൾ കണ്ണ് തുറന്നറിഞ്ഞ് ഫ്രണ്ടാണെങ്കിൽ ഡോക്ടറിനെ വിളിക്കും. ഡോക്ടർ, അവൾ കണ്ണ് തുറന്നു പറയും. ഡോക്ടർ അവളുടെ അടുത്തേക്ക് വന്ന് പറയും, നിനക്ക് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുകയാണ്. നിന്റെ താടി ഭാഗം അത് തകർന്നു പോയി. അതുകൊണ്ട് നിനക്ക് സംസാരിക്കാനാവില്ല. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എഴുതി കാണിക്കാമെന്ന് പറയും. അവളാണെങ്കിൽ ഇപ്പോൾ ഒരു പേപ്പറിൽ എനിക്കെന്നെ മുഖം കാണണം എന്നെഴുതും. ഉടനെ ഒരു മിറർ എടുത്ത് അത് കാണിച്ചു കൊടുക്കും. അവളുടെ ഫേസിലുണ്ടായിരുന്ന ആ ഒരു ബാൻഡേജ് അങ്ങനെ റിമൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ താടി ഭാഗവും വായു ഭാഗവും ഒക്കെ ഇപ്പോൾ വികൃതമായിട്ടിരിക്കുകയാണ്. ഓൾറെഡി തൻ്റെ ഫേസിൽ യാതൊരു കോൺഫിഡൻസും ഇല്ലാതിരുന്ന അവൾക്ക് ഇപ്പോൾ അവളുടെ ഫേസ് കാണാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിലായി മാറിയിരിക്കുന്നു. അവളാണെങ്കിൽ അത് കണ്ട് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങുമ്പോൾ അവളുടെ ഫ്രണ്ടാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുകയാണ്. അവളൊരു പേപ്പറിൽ എന്നെ ഇപ്പോൾ കാണാൻ മോൺസ്റ്ററിനെ പോലെ ഉണ്ട് എന്ന് ഫ്രണ്ടിനോട് പറയും. അതിനവൾ പറയും, ഒരിക്കലുമില്ല, ഇതൊരു ആക്സിഡന്റ് കൊണ്ട് സംഭവിച്ചതാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. ഇനി നീ ഒറ്റയ്ക്ക് നിന്റെ വീട്ടിൽ കഴിയേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഹീറോയിനാണെങ്കിൽ വീണ്ടും അവളോട് ചോദിക്കും, എനിക്കെൻ്റെ ജോലി അത് കിട്ടുമോ, അല്ലെങ്കിൽ അതും എനിക്ക് നഷ്ടമായി പോവോ? അതിനവളാണെങ്കിൽ ആശ്വസിപ്പിക്കും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല റോസ്. തീർച്ചയായിട്ടും നീ കോൺഫിഡൻസ് ആയിട്ട് പഴയതുപോലെ ഓഫീസിലേക്ക് വന്നാൽ മതി. നിന്റെ ജോലി നിനക്ക് നഷ്ടമാവില്ല എന്ന് പറയും. അങ്ങനെ റോസിന്റെ ഫ്രണ്ടാണെങ്കിൽ അവളെ സമാധാനിപ്പിച്ച് അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജായി ഇപ്പോൾ റോസിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി നീ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ഹാപ്പി ആയിട്ട് കഴിയാം. മാത്രമല്ല, ഇവിടേക്ക് നിന്റെ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് അന്ന് നിന്റെ ഡേറ്റിങ്ങിന് വിളിച്ച ആ ഹാൻസം ബോയില്ലേ, അവനാണ്. എനിക്ക് തോന്നുന്നത് അവൻ ശരിക്കും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. സോ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് ഡിസപ്പോയിൻറ്റഡ് ആവരുത്. ഞാൻ ജോലിക്ക് പോവുകയാണ്, തിരികെ എത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് കടന്നു പോവും. ഹീറോയിനാണെങ്കിൽ അല്പനേരം ആ വീടൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം മിററിൽ അവളുടെ മുഖം അതൊന്നുകൂടെ നോക്കുകയാണ്. അവൾക്ക് അവളുടെ വികൃതമായിട്ടുള്ള മുഖം കാണുമ്പോൾ സഹിക്കാനായിട്ട് കഴിയില്ല. അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവളാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ജ്യൂസ് അടിച്ച് ഒരു വലിയ സിറിഞ്ചിൽ അങ്ങനെ ഫില്ല് ചെയ്ത് പതിയെ അവളുടെ വായിലേക്ക് വെച്ച് അത് കുടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോ പ്രകാരം അത് കുടിക്കുമ്പോൾ പോലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവൾ ആ വേദനകളെല്ലാം സഹിച്ച് പറ്റും പോലെ അത് കഴിക്കും. അതിനുശേഷം അവൾ അവളുടെ ലാപ്ടോപ്പ് എടുത്ത് മെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. കൂടുതലും മെയിലുകൾ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ചോദിച്ചുകൊണ്ടായിരിക്കും. അവളാണെങ്കിൽ ആ മെയിൽസ് എല്ലാം വളരെ കാര്യമായിട്ട് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അതിലൊരു സ്ട്രൈക്കിംഗ് മെയിൽ അവൾ കാണുക. ഒരു ഹോസ്പിറ്റലിലെ മെയിലാണത്. ട്രാൻസ് ഹ്യൂമനിസം എന്നാണ് അതിൻ്റെ പേര്. അതായത് പല്ലിക്ക് തൻ്റെ കാലോ കയ്യോ അതുപോലെ തന്നെ വാലോ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പഴയതുപോലെ പെർഫെക്റ്റായി റീജനറേറ്റ് ചെയ്തെടുക്കുന്നത് പോലെ മനുഷ്യർക്കും ഒരു പ്ലാസ്റ്റിക് സർജറിയിലൂടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യം അത് വീണ്ടെടുക്കാനുള്ള കോസ്മെറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ നടത്തുന്നത്. അവളാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചതിന് ശേഷം അവിടേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഫ്രണ്ടിനോട് ഈ കാര്യം പറഞ്ഞ് ഹീറോയിനും ഫ്രണ്ടും അവിടേക്ക് വരും. അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് ഗേൾസ് ട്രീറ്റ്മെൻറ്റിനായിട്ട് അവിടേക്ക് എത്തിയിരിക്കുന്നത് അവർ നോട്ടീസ് ചെയ്യുകയാണ്. അവരുടെ മുഖത്തും ഒരുപാട് കെട്ടും ബാൻഡേജസ് ഒക്കെ ഉണ്ട്. അവരാണെങ്കിൽ പരസ്പരം പറയും, ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ് വളരെ കോസ്റ്റ്ലി ആണ്, നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഫ്രണ്ട് ആണെങ്കിൽ അതെല്ലാം കേട്ട് ഇപ്പോൾ ഹീറോയിനോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ റിസപ്ഷനിലേക്ക് വന്ന് കാര്യങ്ങൾ തിരക്കാനായിട്ട് തുടങ്ങും. ഹീറോയിനും ഫ്രണ്ടും ആണെങ്കിൽ ഡോക്ടറെ അപ്പോയിൻമെൻ്റ് എടുത്ത് ഇപ്പോൾ ഡോക്ടറിനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും, ഞാനും എൻ്റെ വൈഫും വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് ഈ ഒരു ഹോസ്പിറ്റൽ. നിന്നെപ്പോലെ ഒരുപാട് ഗേൾസ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. വളരെ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ സർജറി എല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.
ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു പേപ്പറിൽ എഴുതി കാണിക്കും, എൻ്റെ കയ്യിൽ അത്രയും എമൗണ്ട് ഇല്ല, എനിക്ക് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ ചാർജ് അത് താങ്ങില്ല. അതിന് ഡോക്ടർ പറയും, നിന്റെ സിറ്റുവേഷനൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, നീ ഒരു ഓർഫനാണ്, നിനക്ക് ആരുമില്ല, നിന്റെ സിറ്റുവേഷൻ വളരെ മോശമാണ്, ഇതുപോലുള്ളവരെ ഞങ്ങൾ സഹായിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ നിന്റെ ഈ ഓപ്പറേഷൻ അത് ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തരാം, നീ വ്യക്തമായി ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടറാണെങ്കിൽ കടന്നു പോകും. ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിനോട് സംസാരിക്കും, ആ ഡോക്ടർ ഫ്രീ ആയിട്ടാണ് ഈ സർജറി നടത്താമെന്ന് പറയുന്നത്, പക്ഷെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം ഉണ്ടെന്ന് പറയും. അതിന് ആ ഫ്രണ്ട് ആണെങ്കിൽ അവളോട് പറയും, ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ ധാരാളം പേര് സർജറി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്, മാത്രമല്ല നിന്റെ സിറ്റുവേഷനൊക്കെ കണ്ട് നിന്നോട് ദയ തോന്നിയിട്ടാണ് അവർ ഫ്രീ ആയിട്ട് ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞത്, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഇത് പാഴാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു സർജറിക്ക് തയ്യാറാവുകയാണ്. സാധാരണ ഡോക്ടേഴ്സ് എല്ലാവരും സർജറിയുടെ സമയത്ത് വൈറ്റ് കളറുള്ള കോട്ടായിരിക്കും ധരിക്കുക, എന്നാൽ ഇവിടെ എല്ലാവരും റെഡ് കളറിലുള്ള കോട്ടൊക്കെ ധരിച്ചതിന് ശേഷം റിച്വൽ പോലെ എന്തൊക്കെയോ നടത്തുകയാണ്. അതിനുശേഷം സിലിക്കോൺ ജെല്ല് പോലെ ഉള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അവളുടെ മുഖത്ത് ആ സർജറി അത് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഹീറോയിനെ റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവളെ ഡേറ്റിങ്ങിന് വിളിച്ച ആ ഹാൻസം പയ്യനും ഇപ്പോൾ അവളോടൊപ്പം ഉണ്ട്. അവൻ എന്തൊക്കെയോ ഇപ്പോൾ അവളോട് ഒരു വല്ലാത്ത ഫീലിങ്സും സ്നേഹമൊക്കെ തോന്നും. അവനാണെങ്കിൽ അല്പനേരം അവളെ ശുശ്രൂഷിച്ചതിന് ശേഷം പുറത്തേക്ക് വരുമ്പോഴായിരിക്കും സർജറി നടത്തിയ ആ ഡോക്ടർ ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വരിക. നീ റോസിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ഡോക്ടർ അവനോട് ചോദിക്കും. അതിനവൻ പറയും അതെയെന്ന്. എനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറാണെങ്കിൽ അവനുമായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ റോസ് ആണെങ്കിൽ പതിയെ കണ്ണ് തുറക്കുകയാണ്. അവളാണെങ്കിൽ ആ ഒരു മിററിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ഡോക്ടറാണെങ്കിൽ CCTVയിലൂടെ അവളുടെ എല്ലാ ആക്ടിവിറ്റീസും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു നേഴ്സ് ആണെങ്കിൽ അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കും. റോസ് ആണെങ്കിൽ മിററിൻ്റെ അരികിലേക്ക് വന്ന് അവളുടെ ആ ബാൻഡേഡ് അതങ്ങനെ മുഴുവനായിട്ട് അഴിക്കുകയാണ്. അവളാണെങ്കിൽ ഷോക്കാവും. ആക്സിഡൻറ്റ് പറ്റിയ ആ വലിയ അടയാളം അതിപ്പോൾ അവളുടെ മുഖത്തില്ല. മുൻപുണ്ടായിരുന്ന ചെറിയ പാച്ച് മാർക്കും ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അവളെ കാണാൻ പഴയതിലും അതീവ സുന്ദരിയായിട്ട് അവൾക്ക് തോന്നും. അവൾക്കാണെങ്കിൽ വളരെയധികം അത്ഭുതം തോന്നും. സാധാരണ ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഒന്ന് ഓക്കെ ആവാൻ ഒരുപാട് ദിവസങ്ങളെടുക്കും. പക്ഷേ വിത്തിൻ ഹവേഴ്സ് കൊണ്ട് അവളിപ്പോൾ പൂർണ്ണമായിട്ട് ഓക്കെ ആയിരിക്കുകയാണ്. അവൾ ആ ഹോസ്പിറ്റൽ റൂമിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരുമ്പോൾ ദൂരത്തായിട്ട് ഒരു സ്വിമ്മിംഗ് പൂള് കാണും. ആ പൂളിൻ്റെ ഉള്ളിൽ ഹാൻസം ആയിട്ടുള്ള ഒരാൾ. അവൾ ആ പൂളിൻ്റെ ഉള്ളിലൂടെ വന്ന് ആളുടെ അരികിലേക്ക് വരുമ്പോൾ ആളാണെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ട് അവളെ കിസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവളാണെങ്കിൽ ആളെ ബൈറ്റ് ചെയ്ത് അവിടുന്ന് ഓടുകയാണ്. ആ ജിമ്മനാണെങ്കിൽ അവളെ നോക്കി ദേഷ്യപ്പെടും. നീ എന്താ ഈ ചെയ്യണേ, എന്നെ കടിച്ചു പറിച്ച് നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും. അവളാണെങ്കിൽ മറുപടി പറയാതെ തിരികെ റൂമിലേക്ക് വരികയാണ്. ഡോക്ടറാണെങ്കിൽ അവളെ ചെക്ക് ചെയ്യും. അവളാണെങ്കിൽ നടന്ന കാര്യങ്ങൾ ഡോക്ടറിനോട് പറയാണ്. സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ഞാനൊരു ഹാൻസം ജിമ്മനെ കണ്ടു, അവൻ്റെ ചുണ്ട് ഞാൻ കടിച്ചു, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഡോക്ടറാണെങ്കിൽ ചിരിക്കും. അതൊന്നും യാഥാർത്ഥ്യമല്ല, ഞാൻ ചെയ്ത ഈ ഒരു ഓപ്പറേഷൻ അത് ശരിക്കും ഹൈ ഡോസ് മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ്, അതുകൊണ്ട് ഇതിന് ചില സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവും, അതാണ് നീ കണ്ട ഇല്യൂഷൻ, അത് ശരിക്കും ഒരു ഇല്യൂഷൻ ആണെന്ന് പറയും. സത്യത്തിൽ നമ്മുടെ ഡോക്ടർ അവൾക്ക് ഫ്രീ ആയിട്ട് ആ സർജറി ചെയ്തു കൊടുക്കാൻ മറ്റൊരു കാര്യമുണ്ട്. ആളുടെ വൈഫിൻ്റെ അതേ ഫേസ് കട്ടാണ് നമ്മുടെ നായിക റോസിനും, അതുകൊണ്ടാണ് ആ ഒരു ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് അദ്ദേഹം അവൾക്ക് ചെയ്ത് നൽകിയത്. കട്ട് ചെയ്ത ഡോക്ടറാണെങ്കിൽ ചില ടാബ്ലറ്റ്സ് അവൾക്ക് കൊടുക്കുകയാണ്. നീ സ്ഥിരമായിട്ട് ഈ ടാബ്ലറ്റ് കഴിക്കണം, ആ ഇല്യൂഷൻസ് ഒന്നും നിനക്ക് പിന്നീട് വരില്ല എന്ന് പറയും. അതിനുശേഷം അവൾക്ക് കുടിക്കാനായിട്ട് ഒരു ഡ്രിങ്ക്സും പൗഡറൊക്കെ കൊടുക്കുകയാണ്. അവൾ എന്താണെന്ന് ചോദിക്കും. ഇത് പ്രോട്ടീൻ പൗഡറാണ്, നിനക്ക് എപ്പോഴൊക്കെ വിശക്കുന്നോ അപ്പോഴൊക്കെ നിനക്കത് കഴിക്കാമെന്ന് പറയും. അങ്ങനെ അവളാണെങ്കിൽ ഡോക്ടറിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന അവളുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഫ്രണ്ട് ആണെങ്കിൽ അവളെ കണ്ട് ഷോക്കാവും. ഓ നോ, എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല, റോസ് ഇത് നീ തന്നെയാണോ, നിന്നെ കാണാൻ ഇപ്പോൾ അതീവ സുന്ദരിയായിരിക്കുന്നു. അത് കേട്ട് റോസിനാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് എത്തും. റോസിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവളോട് പറയും, വലിയൊരു ഓപ്പറേഷന് ശേഷം ഇത്രയും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, നിനക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ എൻ്റെ കൂടെ ജോലിക്ക് വന്നൂടെ. അതിനവൾ പറയും, ഇല്ല, അത്ര പെട്ടെന്ന് വരാൻ ഞാൻ തയ്യാറല്ല, എനിക്കിവിടെ ഇരുന്ന് നല്ലൊരു ഡിസൈൻ കണ്ടെത്തണം, ആ ഒരു പുതിയ ഡിസൈനുമായിട്ടായിരിക്കും ഞാൻ ബോസിൻ്റെ മുൻപിലേക്ക് വരിക, ആ ഒരു ഡിസൈൻ കണ്ട് ബോസ് തീർച്ചയായിട്ടും ഇംപ്രസ്ഡ് ആവണമെന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ പുതിയൊരു അടിപൊളി ഡിസൈൻ അതങ്ങനെ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഉടനെ പുറത്താരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് അത് അവൾ കേൾക്കും. അവൾ ഡോർ തുറക്കും. ഓപ്പോസിറ്റ് മറ്റാരുമല്ല, ആ ബോയ് ഫ്രണ്ട് പയ്യൻ. അവനാണെങ്കിൽ റോസിനെ കണ്ട് ഷോക്കാവും. വാവ് റോസ്, ഇത് നീ തന്നെയാണോ,
എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ആ സർജറിക്ക് ശേഷം നീ ഒരുപാട് സുന്ദരിയായിരിക്കുകയാണെന്ന് പറയും. റോസ് ആണെങ്കിൽ വലിയ മൈൻഡൊന്നും കാണിക്കാതെ ആറ്റിറ്റ്യൂഡോട് കൂടെ അവനോട് ചോദിക്കും, എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണോ വീണ്ടും നീ എന്നെ കാണാനായിട്ട് വന്നത്? അതിനവൻ പറയും, അയ്യോ അല്ല, ഞാനായിട്ട് നിന്നെ കാണാനേ വന്നതാണ്. നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും ഒരു തവണ ഞാൻ നിന്നെ വന്ന് കണ്ടിരുന്നു, പക്ഷെ നീ അപ്പോൾ അൺകോൺഷ്യസ് ആയിരുന്നു എന്ന് പറയും. റോസ് ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബൊക്കെ അത് വാങ്ങിയതിന് ശേഷം പ്രത്യേകിച്ചൊന്നും പറയാതെ ഡോർ അങ്ങനെ ക്ലോസ് ചെയ്യുകയാണ്. പിന്നീട് ഈവനിങ് അവളും അവളുടെ ഫ്രണ്ടും ചേർന്ന് ഒരു നൈറ്റ് പാർട്ടിക്ക് വേണ്ടി പബ്ബിലേക്ക് വരും. റോസ് പുതുതായിട്ട് ഡിസൈൻ ചെയ്ത പുതിയ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടായിരിക്കും അവൾ അവിടേക്ക് വരിക. അവിടെ ഉണ്ടായിരുന്ന ബോസ് ആണെങ്കിൽ റോസിനെയും അവൾ പുതുതായി ഡിസൈൻ ചെയ്ത ആ ഡ്രസ്സ് കണ്ടും ഷോക്കാവും. വാവ് റോസ്, നീ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. നിന്റെ ചേഞ്ചും അതുപോലെ നിന്റെ ഡിസൈനിങ്ങിലെ ചേഞ്ചും അത് ശരിക്കും അൺബിലീവബിൾ ആണ്. ഈ ഡിസൈൻസ് ഒക്കെ നമ്മുടെ കമ്പനിക്ക് ആവശ്യമാണെന്ന് പറയും. അതിന് റോസ് ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതുമായിട്ട് ഞാൻ ഓഫീസിലേക്ക് വരുന്നു പറയും. ബോസിനാണെങ്കിൽ അത് കേട്ട് ഒരുപാട് സന്തോഷം. ബോസ് ആണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഒരു പബ്ബിൽ അടിച്ചു പൊളിക്കുകയാണ്. ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് അവളൊരു പ്രൈവറ്റ് റൂമിലേക്ക് വരും. അവിടെ വെച്ച് അവളാണെങ്കിൽ അവനുമായിട്ട് റൊമാൻറ്റിക് ചെയ്യുന്നതിനിടയിൽ അവനെ അങ്ങനെ വയറൊക്കെ കീറി കൊന്നു കളയാണ്. കട്ട് ചെയ്ത ഇപ്പോൾ നല്ലൊരു ഉറക്കത്തിന് ശേഷം റോസ് ആണെങ്കിൽ അവളുടെ ബെഡിൽ നിന്ന് അങ്ങനെ ഞെട്ടി ഉണരും. അവൾ ചുറ്റും നോക്കും, അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. റോസിനാണെങ്കിൽ ഒരുപാട് ഭയം തോന്നും. ഞാൻ ശരിക്കും ഒരാളെ കൊന്നു കളഞ്ഞെന്ന് അവൾ ചിന്തിക്കും. അവൾ അവളുടെ കയ്യിലും ബോഡിയിലൊക്കെ നോക്കും, ഒരു തുള്ളി രക്തം പോലും എവിടെയുമില്ല. ആ ഡോക്ടർ പറഞ്ഞതുപോലെ അത് വെറും ഒരു ഇല്യൂഷൻ ആയിരിക്കും, എനിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അവൾ എഴുന്നേറ്റ് വന്ന് ഡോക്ടർ കൊടുത്ത ആ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് അത് കുടിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ആ ഒരു ഡ്രിങ്ക് അത് കുറച്ച് ഇഷ്ടമാവും. അവളത് ഒരുപാട് കുടിക്കും. കട്ട് ചെയ്ത ഹീറോയിൻ കിസ് ചെയ്ത ആ ഒരാളെ കാണിക്കും. ആളാണെങ്കിൽ ഒരു ആക്ടറാണ്. അദ്ദേഹമാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെയോ ഫീൽ ചെയ്ത് അങ്ങനെ ആൾ വളരെ വിയേർഡായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങും. ഡയറക്ടർ ആണെങ്കിൽ ആ ആക്ടറിനോട് ദേഷ്യപ്പെടും. കൺട്രോൾ പോയ ആക്ടർ ആണെങ്കിൽ അടുത്തുണ്ടായിരുന്ന ഒരാളെ അങ്ങനെ കടിച്ചു പറിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ കാര്യമായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ വല്ലാതെ വയറുവേദനിക്കും. അവൾ പതിയെ എഴുന്നേറ്റ് ആ ഒരു ഫ്രിഡ്ജിൻ്റെ അരികിലേക്ക് പോവാണ്. പക്ഷെ ഒന്നും കഴിക്കാനായിട്ട് കഴിയാതെ അവൾ ഒരുപാട് ശക്തമായിട്ടുള്ള വയറുവേദന കാരണം അങ്ങനെ അൺകോൺഷ്യസ് ആയി പോകും. അല്പസമയം കഴിഞ്ഞ് കണ്ണു തുറന്ന് അവളാണെങ്കിൽ നല്ല ശക്തമായ വിശപ്പിൽ എന്തെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കാമെന്ന് കരുതി ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യും. ഡോക്ടർ കൊടുത്ത ആ പ്രോട്ടീൻ അതായിരിക്കും അവൾ ആദ്യം കുടിക്കുക. പക്ഷേ അത് മുഴുവൻ കുടിച്ചു തീർന്നിട്ടും അവൾക്ക് അവളുടെ വിശപ്പിന് യാതൊരു ശമനവും ലഭിക്കില്ല. അവിടെ ഒരുപാട് വെജിറ്റബിൾസും ഫുഡൊക്കെ ഉണ്ടെങ്കിലും അവളുടെ കണ്ണ് പതിക്കുന്നത് അത് ആ ഫ്രഷ് മീറ്റിലായിരിക്കും. ആ ഫ്രഷ് മീറ്റും അതിൻ്റെ ബ്ലഡും മുഴുവൻ അവൾ കുടിക്കും. അവൾക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. ആ ഡോക്ടർ പറഞ്ഞതുപോലെ ഇതൊരു ഇല്യൂഷൻ അല്ല, താൻ ചെയ്യുന്നതെല്ലാം റിയലായിട്ട് തന്നെയാണ്. അവൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്യും. പക്ഷേ ഫ്രണ്ട് ബിസിയാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. ഹീറോയിനാണെങ്കിൽ അതിശക്തമായിട്ടുള്ള വിശപ്പുണ്ടാവും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരാളാണെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ അന്വേഷിച്ച് സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ അവൾ നല്ല അടിപൊളിയായി ഡ്രസ്സൊക്കെ ധരിച്ച് അവൻ്റെ അരികിലേക്ക് വരും. ഓൾറെഡി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ നോക്കുന്ന അവനാണെങ്കിൽ ഇപ്പോൾ ഹീറോയിൻ്റെ അടുത്ത് റൊമാൻറ്റിക് ലുക്കൊക്കെ കൊടുത്ത് അവളെ വളച്ച് കാറിൽ കയറ്റുകയാണ്. പക്ഷേ അവളുടെ യഥാർത്ഥ ആവശ്യം അത് ഫ്രഷ് മീറ്റും ബ്ലഡുമാണ്. സോ അവനുമായിട്ട് റൊമാൻറ്റിക് ഒക്കെ ചെയ്ത് അവളവനെ കടിച്ചു പറിച്ച് അവൻ്റെ ബ്ലഡ് അങ്ങനെ കുട്ടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഒരു ആക്ടർ അവൻ കടിച്ച ആ ഒരാളെ കാണിക്കും. ആളാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ ആക്രമിക്കുകയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു സോംബിയെ പോലായി മാറിക്കഴിഞ്ഞു. അതേസമയം ഹീറോയിൻ അവളാണെങ്കിൽ ആ ഡോക്ടറുടെ അടുത്തേക്ക് വരും. ഇതൊക്കെ ഇമാജിനേഷൻ ആണെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അത് ഇമാജിനേഷൻ അല്ല, റിയൽ ആയിട്ട് തന്നെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം അവളെല്ലാം തന്നെ ഡോക്ടറുടെ അടുത്ത് പറയാണ്. ഡോക്ടറാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. അതൊക്കെ നിന്റെ തോന്നലാണ്, ഇതെല്ലാം തന്നെ ഹാലൂസിനേഷനാണ്. ഞാൻ നിനക്ക് തന്ന മെഡിസിൻ അതുപോലെ തന്നെ നിനക്ക് ചെയ്ത സർജറി അതെല്ലാം ഹൈ സൈഡ് എഫക്റ്റ് ഉള്ള സർജറിയാണ്. അതുകൊണ്ടാണ് നിനക്ക് അപ്രകാരം തോന്നുന്നത്. ഞാൻ നിനക്ക് ഇനിയും പ്രോട്ടീൻ പൗഡർ നൽകാം, അതുപയോഗിച്ചാൽ എല്ലാം ശരിയായിക്കോളും. നീ ഇനി വെറുതെ വീട്ടിലിരിക്കാതെ ജോലിക്ക് പോകാനായിട്ട് പറയും. അത് കേട്ട് അവളും ഇപ്പോൾ വീണ്ടും ബാക്ക് ടു ഓഫീസിലേക്ക് വന്ന് അവളുടെ വർക്കിൽ ഏർപ്പെടുകയാണ്. അവളുടെ പുതിയ ഡിസൈൻസ് ഒക്കെ കണ്ട് അവളുടെ കമ്പനി ഓണറാണെങ്കിൽ ഷോക്കാവും. വാവ്, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, നീ വേണം വരാൻ പോകുന്ന ആ ഫാഷൻ ഷോയിൽ മെയിൻ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനെന്ന് പറയും. അത് കേട്ട് അവൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. അതേസമയം ആ ആക്ടറിൻ്റെ ബൈറ്റ് കിട്ടിയ ആളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആളെ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ ടീം തന്നെ എക്സാമിൻ ചെയ്യും. ഒരു പ്രത്യേകതരം വൈറസാണ് ആളിൽ ബാധിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാനായി ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഓഫീസറാണെങ്കിൽ ഇപ്പോൾ ആ അന്വേഷണം ആരംഭിക്കും. അതേസമയം ഹീറോയിൻ്റെ അടുത്തേക്ക് വീണ്ടും
ആ ഒരു സുന്ദര പയ്യൻ കടന്നു വരികയാണ്. അവനാണെങ്കിൽ ഹീറോയിനോട് പറയും, നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരു ലഞ്ചിന് പോയാലോ. അതിനവളാണെങ്കിൽ വിരോധമൊന്നും കാണിക്കാതെ ഇപ്പം അവനോടൊപ്പം ലഞ്ചിന് വരികയാണ്. അവനാണെങ്കിൽ ഹീറോയിനോട് പറയും, സത്യത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ നിന്നെ ഡേറ്റിന് വിളിച്ചത് നിന്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് തന്നെയാണ്. അതിനുശേഷം ഞാൻ നിന്നോട് സംസാരിച്ചതും നിന്നോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതും ഒക്കെ തന്നെ എൻ്റെ ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമാണ് നിന്നെ എന്നുള്ള കാര്യം അവനാണെങ്കിൽ ഇപ്പോൾ റോസിനോട് തുറന്നു പറയും. അവൾക്കും അത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ ചില ഇഷ്ടങ്ങൾ അവനോട് തോന്നുകയാണ്. അവൾ അങ്ങനെ അവനെ നോക്കി ചിരിക്കുമ്പോൾ അവനാണെങ്കിൽ പതിയെ അവൻ്റെ കൈ അവളുടെ താടിയിൽ തലോടും. അവൾക്കാണെങ്കിൽ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടും. 1 മിനിറ്റ്, എനിക്കൊന്ന് റെസ്റ്റ് റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ റെസ്റ്റ് റൂമിലേക്ക് വരികയാണ്. അവൾ അവളുടെ വായൊക്കെ തുറന്നു നോക്കും. അതിൽ മനുഷ്യ മാംസത്തിൻ്റെ കുറേ അവശേഷിപ്പൊക്കെ അവൾ കാണുകയാണ്. അവളാണെങ്കിൽ വല്ലാതെ ടെൻഷനായി ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്ന് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം, നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാമെന്ന് പറയും. ആ സമയത്തായിരിക്കും റോസ് കടിച്ച ആ ഒരു പ്ലേ ബോയ് അവൻ ആ റെസ്റ്റോറൻറ്റ് തകർത്ത് അതിൻ്റെ അകത്തേക്ക് വരിക. അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും കടിക്കാൻ ശ്രമിക്കും. അത് കണ്ട ഹാൻസം ബോയ് ആണെങ്കിൽ അവനെ അടിച്ച് വീഴ്ത്തുകയാണ്. അതേസമയം ഹോസ്പിറ്റലിൽ ആ ഒരു കടി കിട്ടിയ ആളെ ഡോക്ടേഴ്സ് ആണെങ്കിൽ ചെക്ക് ചെയ്യും. അവരുടെ ഉള്ളിൽ റാബിസ് വൈറസ് പോലെ എന്തോന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നും അവരാരെങ്കിലും ബൈറ്റ് ചെയ്ത 24 മണിക്കൂറിനുള്ളിൽ അവരും ഒരു സോംബിയായി തീരുമെന്നോ ഡോക്ടേഴ്സ് കണ്ടെത്തും. 10 നിമിഷം ഒരു ഹോസ്പിറ്റലിലേക്ക് സാന്താക്ലോസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു സോംബി ആണെങ്കിൽ ചാടി വരികയാണ്. അത് കണ്ടൊരു ഓഫീസർ ആണെങ്കിൽ ആളെ ഷൂട്ട് ചെയ്ത് കൊല്ലുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, നിങ്ങൾ എന്തായി ചെയ്യണേ, അതൊരു രോഗമാണ്, ആളൊരു മോൺസ്റ്റർ അല്ല എന്ന് പറയും. പക്ഷേ പോലീസ് ആണെങ്കിൽ ദേഷ്യപ്പെടും, ആ സോംബി മറ്റാരെങ്കിലും ബൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും, അവർക്ക് ഇൻഫെക്ഷൻ പകരും, അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നതെന്ന് പറയും. കട്ട് ചെയ്ത ഹീറോയിൻ ആണെങ്കിൽ ഒരുപാട് വേദനിച്ച് നിലവിളിച്ച് ഇപ്പോൾ ഒരു ഹൈഡ് ഔട്ട് പോലത്തെ പ്ലേസിലേക്ക് കടന്നു വരികയാണ്. ഹീറോയിൻ ശബ്ദം ഉണ്ടാക്കുന്നത് കണ്ട ഒരാളാണെങ്കിൽ എന്തു പറ്റി ചോദിച്ച് അവളുടെ അരികിലേക്ക് വരും. അടുത്ത നിമിഷം ഓക്ടോപസിൻ്റേതുപോലെ ഒരുപാട് ടെൻഡിക്കിൾസ് ഒക്കെ പുറത്തേക്ക് വന്ന് ആളെ അവള് കൊന്നുകളയാണ്. കട്ട് ചെയ്ത വീണ്ടും ഇപ്പോൾ ഒരു ഇല്യൂഷൻ കാണിക്കുകയാണ്. സോംബിയായി മാറിയ ആ സിസ്റ്റർ അടക്കം ഒരുപാട് പേര് ചേർന്ന് നമ്മുടെ ഹീറോയിൻ റോസിനെ അവളെ ചുവന്ന ഒരു ഡ്രസ്സ് കൊണ്ട് അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സോംബികളുടെ രാജകുമാരിയാക്കി അവളെ മാറ്റുകയാണ്. ഹീറോയിനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഒരു സ്വപ്നം പോലെ കണ്ട് ഞെട്ടി എഴുന്നേൽക്കും. അവൾക്കാണെങ്കിൽ വല്ലാതെ വിശക്കും. അവളാണെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് ആ പ്രോട്ടീൻ എടുക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അബദ്ധത്തിൽ കൈതട്ടി അത് താഴെ വീണ് പൊട്ടുക. അതിൽ പ്രോട്ടീൻ ആയിരുന്നില്ല, മനുഷ്യൻ്റെ ബ്ലഡ് ആയിരുന്നുവെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിയും. അവളാണെങ്കിൽ വീണ്ടും ആ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കില്ല. അതിനുശേഷം ഹീറോയിനാണെങ്കിൽ വീണ്ടും അവളുടെ വർക്ക് പ്ലേസിലേക്ക് വരും. ഇത്തവണ അവൾ ചെയ്ത ഡ്രസ്സിൽ ഓസ് ആണെങ്കിൽ അത്രയധികം സാറ്റിസ്ഫൈഡ് ആവില്ല. നിനക്ക് എന്തെങ്കിലും ചേഞ്ചസ് അതിൽ വരുത്താൻ കഴിയുമെന്ന് ചോദിക്കും. ഹീറോയിനാണെങ്കിൽ ഉടനെ ഒരു സിസേഴ്സ് ഉപയോഗിച്ച് അതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുകയാണ്. അത് കണ്ട് ഇപ്പോൾ ബോസ് ആണെങ്കിൽ ഒരുപാട് ഇംപ്രസ്ഡ് ആവും. വാവ്, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, ഇന്ന് നടക്കാൻ പോകുന്ന ഷോയിൽ ഇതായിരിക്കും നമ്പർ 1. അത് കേട്ട് റോസിനും അവളുടെ ഫ്രണ്ടിനും ഒരുപാട് സന്തോഷം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈവനിങ് ഷോ നടക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇതുവരെ ഹീറോയിൻ്റെ ഫ്രണ്ട് അവൾ മാത്രം അവിടേക്ക് എത്തിയിട്ടില്ല. ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ കാണാതായ ടെൻഷനിൽ ഇപ്പോൾ ഒരുപാട് പേരോട് അവളുടെ ഫ്രണ്ടിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ആർക്കും അവൾ എവിടെയാണെന്ന് അറിയില്ല. ഹീറോയിൻ ആണെങ്കിൽ പുറത്തിറങ്ങി അവളെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്തായിരിക്കും അവളുടെ ഡോക്ടർ അവളെ കോണ്ടാക്ട് ചെയ്യുക. നീ അത്യാവശ്യമായിട്ട് ഒന്ന് ക്ലിനിക്കിലേക്ക് വരണം, നിന്റെ ബ്ലഡ് സാമ്പിൾസ് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ചില കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു, നിന്നോട് അത് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തോട് പറയും, ഞാനിപ്പോൾ വളരെ തിരക്കിലാണ്, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് കോളാണെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുകയാണ്. ആ സമയം ഡോക്ടറിന് തൊട്ടു പുറകിൽ വിയേർഡായിട്ടുള്ള ഒരാളുടെ രൂപം അങ്ങനെ കാണിക്കും. അതേസമയം ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഒരുപാട് സമയത്തിന് ശേഷം ഇപ്പോൾ ആ ഷോ നടക്കുന്ന ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. അവളാണെങ്കിൽ ആകെ പാനിക്കായി അവിടെ ആരോ കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കും. ഐ എം സോറി, വരുന്ന വഴിയിൽ ഒരാളെന്നെ ആക്രമിച്ചു, എൻ്റെ കൈ കടിച്ചു പറിച്ചു, ഹോസ്പിറ്റലിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടേക്ക് വന്നു എന്ന് പറയും. ഉടനെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അവളെ കൂട്ടിക്കൊണ്ടുപോയി മേക്കപ്പും പുതിയ ഡ്രസ്സൊക്കെ അണിയിപ്പിച്ച് കൊടുക്കുകയാണ്. ആ സമയം കൊണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് കുടിച്ചു വെച്ച ആ ഡ്രിങ്ക്സ് അത് മറ്റൊരു പെണ്ണ് വന്ന് കുടിക്കും. അവളാണെങ്കിൽ അതിലെന്തോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത് ബാക്കിയുള്ളവർക്കും ആ ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് കൊടുക്കുകയാണ്. ഉടനെ അതിലുണ്ടായിരുന്ന ആ ഒരു ഇൻഫെക്ഷൻ അവരിലേക്കും സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങും. ഹീറോയിൻ ആണെങ്കിൽ തൻ്റെ ഫ്രണ്ട് അവിടേക്ക് എത്തിയതറിയാതെ അവളെ ട്രൈ ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരും. ആ സമയത്ത് അവൾക്ക് നന്നായിട്ട് വയറ് വേദനിക്കുകയാണ്. അവൾ അൺകോൺഷ്യസ് ആയിട്ട് താഴെ വീഴുമ്പോൾ 2 പേര് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയം അവളുടെ ബോഡിയിലുണ്ടായിരുന്ന ടെൻഡിക്കിൾസ് അത് പുറത്തേക്ക് വന്ന് ഒരാളെ ആക്രമിക്കും. രണ്ടാമത്തവനാണെങ്കിൽ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ ഹാൻസം ബോയ് അവൻ അവിടേക്ക് വന്ന്
അവനെ അട്ടിച്ച് താഴെയിട്ടതിന് ശേഷം അവന്റെ കോട്ട് ഉപയോഗിച്ച് ആ ഒരു ടെൻഡിക്കിളിനെ അങ്ങനെ ഹൈഡ് ചെയ്ത് അവളെ തൂക്കിയെടുത്തുകൊണ്ട് പോവാണ്. സോ അതിനർത്ഥം റോസിന്റെ ഈ ഒരു പ്രശ്നം അത് ഹീറോയ്ക്ക് അറിയാം എന്ന് തന്നെയാണ്. അല്പസമയത്തിന് ശേഷം റോസ് ആണെങ്കിൽ വീണ്ടും കോൺഷ്യസ് ആയി മാറുകയാണ്. ഉടനെ ഹീറോ ആണെങ്കിൽ അവളോട് പറയും, നമുക്ക് എത്രയും വേഗം ആ ഡോക്ടറിനെ കാണണം, സിറ്റുവേഷൻ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അവൾ പറയും, ഇല്ല, ഈ ഷോ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മിസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. ഷോ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഹീറോയിൻ്റെ ഇല്യൂഷനിൽ വരുന്ന ആ ഒരു മോൺസ്റ്റേഴ്സുകളുടെ രാജകുമാരിയുടെ ഡ്രസ്സ്, അതുപോലൊരു ഡ്രസ്സാണ് ഹീറോയിൻ ഇപ്പോൾ അവളുടെ ഫ്രണ്ടിന് വേണ്ടി തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. അവളാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഡ്രാം വാക്ക് ചെയ്ത് എല്ലാവരുടെയും മുൻപിലേക്ക് വരും. പക്ഷെ അടുത്ത നിമിഷം ഒരു സോംബിയായി മാറിയ അവളാണെങ്കിൽ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുകയാണ്. അവരുടെ ബോസ് ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെടും, എൻ്റെ ഷോ നീ കുളവാക്കി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അത് കേട്ട് കലിയിളകിയ റോസിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ചാടി വീണ് അവരുടെ ബോസിനെയും അറ്റാക്ക് ചെയ്യും. ഇവിടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ പിടിച്ചു വലിക്കും. റോസ്, നമുക്ക് എത്രയും വേഗം ആ ഹോസ്പിറ്റലിൽ പോകണം, നീ അവിടേക്ക് എത്തിയാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഡോക്ടറാണെങ്കിൽ അവളോട് പറയും, നമുക്ക് എത്രയും വേഗം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവളാണെങ്കിൽ ദേഷ്യപ്പെടും, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ കണ്ടൊന്നും ഇല്യൂഷൻ അല്ല എന്ന്, ഞാൻ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതല്ലേ, നിങ്ങളത് കേട്ടില്ല എന്ന് പറയും. ഡോക്ടറാണെങ്കിൽ നീ സമാധാനിക്ക്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിന്നെ കൊണ്ട് തന്നെ കഴിയുമെന്ന് പറഞ്ഞ് ഇപ്പോൾ അവളെയും അതുപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടിനെയും ഒരു റൂമിലേക്ക് കയറ്റുകയാണ്. ഡോക്ടറാണെങ്കിൽ ആ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വഴി ഓപ്പോസിറ്റ് സൈഡിലുള്ള റൂമിലേക്ക് വരികയാണ്. ഡോക്ടർ, നിങ്ങൾ എന്താ ചെയ്യണേന്ന് അവൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടറാണെങ്കിൽ അവളോട് പറയും, ഞാൻ എല്ലാ കാര്യങ്ങളും ഓൾറെഡി നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞതാണ്. അത് കേൾക്കുമ്പോൾ റോസിനാണെങ്കിൽ വീണ്ടും അവനോട് ഒരുപാട് ദേഷ്യം തോന്നും. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് നീ എന്നെ കെയർ ചെയ്തതല്ലേ എന്ന് പറയും. അവനാണെങ്കിൽ അല്ല, ഈ ഡോക്ടർ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ആ ഡോക്ടറിനോട് ദേഷ്യപ്പെടും. അപ്പോഴായിരിക്കും യഥാർത്ഥ കാര്യം. ആ നിമിഷം ഡോക്ടറാണെങ്കിൽ ഇപ്പോൾ ഹീറോയുടെ ബോഡിയിലേക്ക് ഒരുപാട് ബ്ലഡുകൾ അങ്ങനെ ഒഴുക്കിയാണ്. അവൾക്കാണെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അവൾക്ക് വീണ്ടും വിശക്കാനായിട്ട് തുടങ്ങും. അവളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവളെ കൊണ്ട് സാധിക്കാതെയാവും. ഉടനെ ഡോക്ടറാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങൾ അവളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വൈഫിന് ക്യാൻസർ ബാധിച്ചു. അവളെ എങ്ങനെയെങ്കിലും ബാക്ക് ടു നോർമൽ ആക്കാനാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അത് കണ്ടുപിടിച്ചത്. പക്ഷെ അതിലൂടെ അവളുടെ ബോഡിയിൽ വലിയ ഒരു അണുബാധയേറ്റു അവളൊരു മോൺസ്റ്ററായി മാറി. സോ എനിക്ക് റിസർച്ച് നടത്തി അവളെ ബാക്ക് ടു നോർമൽ ആക്കാൻ ഒരു വെസൽ ആവശ്യമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നീ എൻ്റെ ക്ലിനിക്കിലേക്ക് വന്നത്. നീയാണ് അതിന് പറ്റിയ ആളെന്ന് മനസ്സിലാക്കി നിന്നിൽ ഞാൻ എൻ്റെ റിസർച്ച് അത് ആരംഭിച്ചു എന്ന് പറയും. അടുത്ത നിമിഷം ഹീറോയെ ഒരുപാട് ടെൻഡിക്കിൾസ് ഉള്ള ആരോ ഒരാൾ പിടിക്കുകയാണ്. അത് കണ്ട് ഇപ്പോൾ ഹീറോയിൻ അവൾ ഷോക്കാവും. അത് മറ്റാരുമല്ല, അതാണ് മൊത്തത്തിൽ മോൺസ്റ്ററായി മാറിയ ആ ഡോക്ടറിന്റെ വൈഫ്. ഇവിടെ റോസിന്റെ ബോഡിയിലുള്ള ആ ഒരു ടെൻഡിക്കിളും പുറത്തേക്ക് വന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവൾ കഷ്ടപ്പെട്ട് ആ ടെൻഡിക്കിൾ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ വിളിച്ചു പറയും, എൻ്റെ ടെസ്റ്റ് സബ്ജക്റ്റിന് പറ്റിയ ആൾ നീയാണ് റോസ്, നിന്റെ ബോയ് ഫ്രണ്ടിനെ നീ തന്നെ കഴിക്കാനായിട്ട് പറയും. അത് കേട്ട് അവളാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ നേർക്ക് ഓടും. അവനെ തള്ളി മാറ്റിയതിന് ശേഷം ആ ഡോക്ടറിന്റെ വൈഫിനെ കത്തിയെടുത്ത് കുത്തി കൊന്നുകളയാണ്. ഡോക്ടറാണെങ്കിൽ ദേഷ്യപ്പെട്ട് നിലവിളിക്കും. അവളാണെങ്കിൽ ഡോക്ടറിനോട് പറയും, നിങ്ങളുടെ 2 ടെസ്റ്റ് സബ്ജക്റ്റിൽ ഒരാളെ ഞാൻ കൊന്നുകളഞ്ഞു, രണ്ടാമത്തെ ആൾ ഞാനാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ കത്തിയെടുത്ത് അവളെ തന്നെ കൊന്നുകളയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ന്യൂസിലാണെങ്കിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറസിനെ കുറിച്ചുള്ള ന്യൂസ് അത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ ആ ന്യൂസ് കേട്ടുകൊണ്ട് ഇപ്പോൾ മീറ്റും ബ്ലഡൊക്കെ വെച്ച് ആർക്കോ ഫുഡ് റെഡിയാക്കുകയാണ്. ആ ഫുഡൊക്കെ ആയിട്ട് ആളാണെങ്കിൽ വീണ്ടും ആ റൂമിലേക്ക് കടന്നു വരും. ഓപ്പോസിറ്റ് സൈഡിൽ യാതൊരു കുഴപ്പമില്ലാതെ കിടക്കുന്ന നമ്മുടെ റോസിനെ ആയിരിക്കും കാണിക്കുക. ഡോക്ടറാണെങ്കിൽ റോസിനെ വീണ്ടും ആ ഒരു ജെൽ ഉപയോഗിച്ച് തന്നെ സർജറി ചെയ്ത് ബാക്ക് ടു നോർമൽ ആക്കിയിരിക്കുകയാണ്. അവളാണെങ്കിൽ അത് മനസ്സിലാക്കി ഒരുപാട് ടെൻസ്ഡ് ആവും. കാരണം ഡോക്ടറാണെങ്കിൽ അവളുടെ ഇപ്പോൾ ആ റിസർച്ച് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവളെ തുറന്നു വിടാൻ പറഞ്ഞ് അലർന്നതോടു കൂടെ ഈ ഒരു മൂവിയും അവസാനിക്കുന്നു. മൂവി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.